ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് തൈപ്പൊങ്കലാണല്ലോ. അപ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ളൊരു പൊങ്കൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും പൊങ്കൽ ആശംസകൾ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പാണ് അതുകൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരിയും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പാൽ, അതായത് 2 കപ്പ് പാലും 3 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ശർക്കര, ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. കൂടെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ കുറച്ച് ബദാമും കുറച്ച് കാഷ്നട്ടും കൂടെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതുകൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയും കൂടെ ചേർക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. കുറച്ച് പാൽ കൂടെ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അരിയും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ച് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഉടച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര മെൽറ്റ് ചെയ്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു പൊങ്കലാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബദാമും കാഷ്നട്ടും അരച്ച് വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പൊങ്കലിന്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കൊടുക്കാം. അതുകൂടെ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം സൂപ്പർ ടേസ്റ്റിലുള്ളൊരു പൊങ്കലാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നെയ്യിൽ നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ അതിൽ ആ പൊങ്കലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പൊങ്കൽ ആശംസകൾ. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.